പെഹൽഗാമിൻ്റെ സൗന്ദര്യം കാണാൻ പോയവരാണ് കൊല്ലപ്പെട്ടവർ. അതാകട്ടെ ഉറ്റവരുടെ ഉടയവരുടെ കൺമുന്നിൽ പോയിന്റ് ബ്ലാങ്കിൽ ചിതറിത്തെറിക്കുകയായിരുന്നു ഓരോരുത്തരും. അത് ചെയ്തിട്ട് അതിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് വ്യക്തമായിട്ട് ഈ വിഷയത്തിൽ മധ്യസ്ഥതയ്ക്ക് വരൂ എന്ന് റഷ്യയ്ക്ക് പിന്നാലെ നടക്കുകയാണ് പാകിസ്ഥാൻ. ഒരു നീതിയും മര്യാദയുമില്ലാത്ത മധ്യസ്ഥത തേടലോ അത്? മധ്യസ്ഥ തേടൽ മാത്രമല്ല ശ്രീ കൃഷ്ണരാജ്, അവർക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അവർ ഇത് ശ്രമിക്കുന്നത്. കാരണം അവർക്ക് നന്നായിട്ട് അറിയാം ഈ ഒരു വിഷയത്തിൽ ഭാരതം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് അവർ വളരെ ഒരു ഇപ്പം $15 ബില്യൺ ഒക്കെ ഉള്ളൂ ആകെ. അതിൽ നിന്ന് റിസർവ്സിൽ നിന്ന് തിരിച്ചോട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 10 ദിവസം പോലും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവർ വരും. അപ്പം അതിന് ഇപ്പൊ നമ്മൾ ഒരു നടപടി എടുത്തിട്ടില്ല. എന്തെങ്കിലും ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് അതിലും വലിയ ദയനീയ അവസ്ഥയിലേക്ക് മാറും. അപ്പൊ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതിന്റെ എല്ലാം വെച്ച് നോക്കുമ്പോൾ പാകിസ്ഥാനകത്ത് ഏറ്റവും കൂടുതൽ ഇന്ന് എന്താ പറഞ്ഞ ഒരു എന്ത് നടക്കും എന്നുള്ള ആശങ്കയിൽ നിൽക്കുന്നത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ മുകളിലിരിക്കുന്ന ജനറൽമാരും പാകിസ്ഥാന്റെ രാഷ്ട്രീയക്കാർ കുറച്ചുപേരും, അഫ്കോഴ്സ് സാധാരണക്കാർ എല്ലാ ദിവസവും അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവർ ഇതുപോലെ റഷ്യയിലും അല്ലെങ്കിൽ ചൈനയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ടർക്കിയുടെയും ഒക്കെ ഉള്ള രീതിയിൽ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസിലൊക്കെ പോയി ഒന്ന് ഇടപെടൂ, അതൊരു പരിഹാരം കാണൂ എന്ന് പറയുന്നത്. പക്ഷെ അതൊന്നും കൊണ്ട് നമ്മളെ സംബന്ധിച്ചോളം, ഭാരതത്തിനെ സംബന്ധിച്ചോളം നമുക്ക് ഒരു എഫക്റ്റും വരാൻ പോകുന്നില്ല. ഇന്നലെയാണ് നമ്മളെ ഫോറിൻ മിനിസ്റ്റർ ശ്രീ ജയശങ്കർ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾക്ക് വേണ്ടുള്ളത് പാർട്ട്നേഴ്സിനെയാണ്, ഞങ്ങൾക്ക് വേണ്ടുള്ള പ്രീച്ചേഴ്സിനല്ല, അത് ഞങ്ങൾക്ക് പ്രഭാഷണം തരുന്ന ആളുകളല്ല നമുക്ക് ആവശ്യം, നമ്മളെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നവരാണ് നമുക്ക് ആവശ്യം. അപ്പൊ അങ്ങനെ പറയാൻ ശേഷിയുള്ള ഒരു ഫോറിൻ മിനിസ്റ്റർ ഇന്ന് ഭാരതത്തിലുണ്ടെങ്കിൽ അത് ഭാരതം എത്രമാത്രം നമ്മൾ ലോക രാജ്യങ്ങളിൽ സ്വാധീനം ചെലുത്താൻ ശേഷിയുണ്ട് എന്ന് കാണിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു കാരണവശാലും വെളിയിൽ നിന്നുള്ള ഒരു ഇന്റർഫിയറൻസ് ഭാരതം ഒരിക്കലും എന്റർടൈൻ ചെയ്യാൻ പോകുന്നില്ല. ഇപ്പൊ എപ്പോഴാണോ ഇന്റർഫിയറൻസ് എന്നല്ല ഞാൻ പറയുന്നത്, മീഡിയേഷൻ ആവശ്യം വരിക, ഭാരതം ഒരു സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഡെഫിനറ്റ്ലി അമേരിക്ക, റഷ്യ ഇതുപോലത്തെ രാജ്യങ്ങൾ പാകിസ്ഥാനെടുത്ത് പറയും, നിങ്ങൾ ഇനി മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ ഇനി ഇതിലും വലിയ തിരിച്ചടി നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ പിന്നീട് ഞങ്ങളുടെ അടുത്ത് വരേണ്ട ആവശ്യമില്ല എന്ന് പറയും. അവിടെയാണ് കഴിഞ്ഞ പ്രാവശ്യം 2019 ഇതേപോലെയാണ് നടന്നത്. ജനറൽ ബാജ്പേയി അവസാനം പാകിസ്ഥാന്റെ US എന്നുള്ള പ്രഷർ കാരണം പിന്നെ ഒന്നും ചെയ്തില്ല. അപ്പൊ അതേപോലത്തുള്ള ഒരു മീഡിയേഷൻ അല്ലെങ്കിൽ ഒരു പാകിസ്ഥാന് എന്താ പറയുക നേർവഴി കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കുക, അപ്പോൾ അമേരിക്കയുടെയും റഷ്യയുടെയും ഒക്കെ ഒരു രീതി വരും. പക്ഷെ ഇന്ന് ഭാരതം ഒരു തിരിച്ചടിക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഒരു രാജ്യത്തിന്റെയും ഒരു എന്താ പറഞ്ഞ അഭിപ്രായമോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ഒരു സപ്പോർട്ടിന്റെ ആവശ്യം ഭാരതത്തിനില്ല. ഭാരതത്തിന്റെ യുദ്ധം ഭാരതം തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അത് നമ്മൾ വെളിയിൽ നിന്ന് ആരെങ്കിലും വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യും, നമ്മളെ യുദ്ധം അവർ പങ്കുചേരുന്നു, നമുക്ക് യാതൊരുവിധ ആ രീതിയിലുള്ള ഒരു ചിന്തയൊന്നുമില്ല. നമ്മൾ അഫ്കോഴ്സ് സപ്പോർട്ട് ചെയ്യാൻ കുറെ പേരുണ്ട്, ചിലപ്പോൾ ഇന്റലിജൻസ് തരാനുള്ള ആളുകളുണ്ട്. ഇസ്രായേൽ അങ്ങനത്തെ ഒരു രാജ്യമാണ്, റഷ്യ അതുപോലത്തെ രാജ്യമാണ്, അമേരിക്കയുടെ രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഇന്റലിജൻസിന്റെ ചില സ്പെയർ ലോജിസ്റ്റിക്സ് അങ്ങനെയൊക്കെയുള്ള കാര്യം ചെയ്യും. പക്ഷെ യുദ്ധത്തിൽ നമ്മൾ സ്വന്തം കാലിൽ തന്നെ നിന്ന് നമ്മൾ സ്വന്തം കഴിവിൽ തന്നെ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം ഒന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഇതൊരു ഫുൾ സ്കെയിൽ യുദ്ധം ആവാൻ ആർക്കും താല്പര്യമില്ല. ആ സമയത്ത് ഈ ലോക രാജ്യങ്ങൾ വന്ന് പാകിസ്ഥാനിന് നല്ല ബുദ്ധി കൊടുക്കാൻ വേണ്ടി മാത്രമായിരിക്കും ഉപയോഗിക്കുന്നത്. അതിന് മുൻപ് ഭാരതത്തിനെ സംബന്ധിച്ചുള്ള ഒരു എഫക്റ്റും വരാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.